അമ്മൂമ്മയുടെ ആഭരണങ്ങൾ പണയം വെച്ച് പണം വാങ്ങിയ കേസിൽ പേരക്കുട്ടിയെ അറസ്റ്റ് ചെയ്തു. 24-കാരനായ യദു കൃഷ്ണനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃശൂരിലാണ് ഈ സംഭവം നടന്നത്. അമ്മൂമ്മയെ കാണാതാവുകയും പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതായത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 20-നാണ് വയോധികയായ ഓമനയെ വീട്ടിൽ നിന്നും കാണാതാവുന്നത്. 71 വയസ്സുകാരിയായ ഇവരെ കാണാതായതിന് പിന്നാലെ പോലീസും ബന്ധുക്കളും ചേർന്ന് അന്വേഷിച്ചിരുന്നു. തുടർച്ചയായി 2 ദിവസം അന്വേഷിച്ചെങ്കിലും ഓമനയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇവരെ കാണാതായ ദിവസങ്ങളിൽ പേരക്കുട്ടിയായ യദു കൃഷ്ണൻ അമ്മൂമ്മയുടെ അലമാരയിലെ പേഴ്സിൽ നിന്നുമാണ് സ്വർണം എടുത്തത്. പേഴ്സിൽ നിന്നും ഓമനയുടെ 2 സ്വർണവളകൾ കൈക്കലാക്കിയ യദു തൃപ്രയാറിലെ ധനകാര്യ സ്ഥാപനത്തിൽ ഇത് പണയം വെച്ച് പണം വാങ്ങുകയായിരുന്നു. ഓമനയെ കാണാതായ ദിവസങ്ങളിൽ ബന്ധുക്കൾക്കും നാട്ടുകാർക്കുമൊപ്പം അമ്മൂമ്മയെ തിരയാൻ യദുവും കൂടിയിരുന്നു. ഇതിനിടെ കാണാതായി 2 ദിവസത്തിന് ശേഷം പെരിങ്ങോട്ടുകര സ്കൂളിന് സമീപമുള്ള മാത്തുത്തോട്ടിലെ കലുങ്കിനടിയിൽ നിന്നും ഓമനയുടെ മൃതദേഹം കണ്ടെത്തി. ഇതാണ് സംശയത്തിനിടയാക്കിയത്. ഓമനയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ചപ്പോൾ മരണകാരണം വെള്ളത്തിൽ മുങ്ങിയത് കൊണ്ടാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്ന് സംഭവത്തിൽ സംശയമുയർന്നു. ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതിയിൽ റൂറൽ SP നവനീത് ശർമ്മ കേസിന്റെ അന്വേഷണം DYSP KG സുരേഷിനെ ഏൽപ്പിച്ചു. സുഹൃത്തുക്കളും ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവർ പോലീസ് നിരീക്ഷണത്തിലിരിക്കെയാണ് മരിച്ച ഓമനയുടെ വളകൾ തൃപ്രയാർ ധനകാര്യ സ്ഥാപനത്തിൽ യദു കൃഷ്ണൻ പണയം വെച്ചതായി പോലീസ് കണ്ടെത്തിയത്. തുടർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. യദുവിന്റെ പണമിടപാടുകൾ അടക്കം അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു. എന്നാൽ തന്റെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാനാണ് സ്വർണം പണയം വെച്ചതെന്നാണ് യദു കൃഷ്ണൻ പോലീസിന് നൽകിയ മൊഴി. അതേസമയം ഇയാളുടെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. യദു കൃഷ്ണൻ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണം നടന്നു വരികയാണെന്നാണ് അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത്.